മനുഷ്യൻ്റെ അവസ്ഥ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, പ്രായമായി കഴിയുമ്പോൾ അവൻ കൂട്ടിലടച്ചിട്ട ഒരു കിളിയെപ്പോലെയായി പോകുന്നു. അവനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ തനിച്ചാണ്. ഓരോരുത്തർ ഓരോരോ വഴിക്ക് പോയി. ഇനി ഒരു വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വരും. ഓരോരോ ആവശ്യങ്ങൾക്ക് പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും ഇവിടെ. ഇന്നിപ്പം എല്ലാത്തിനും കാരണം അസുഖമാണ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം അസുഖം തന്നെ. പാവപ്പെട്ടവൻ്റെ കാര്യം വളരെ കഷ്ടം. എനിക്കാണെങ്കിൽ പെൻഷൻ മാത്രമേ വരുമാനമുള്ളൂ. മറ്റ് വരുമാനങ്ങളൊന്നുമില്ല. കുടുംബത്തിലും വരുമാനം അങ്ങനെ പറയപ്പെട്ടതായിട്ടൊന്നുമില്ല. എന്നാലും എങ്ങനെയൊക്കെയോ അങ്ങ് പോകുന്നു. അസുഖങ്ങളില്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായിട്ട് പോകുമായിരുന്നു. അസുഖം വന്നു. കൊറോണയ്ക്ക് ശേഷം എല്ലാം ഭയങ്കര ദുരിതപൂർണമായ ജീവിതമാണ് നമ്മൾ കാണുന്നത്. മനുഷ്യർ നോക്കി നിൽക്കുമ്പോൾ മരിച്ചു വീഴുന്നു. അവന് പ്രതിരോധ ശക്തി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്ത ഓരോ കാര്യവും അവൻ്റെ പ്രതിരോധ ശക്തി എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറഞ്ഞതുപോലെ തോന്നുന്നു. ഒരു രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് അവനില്ലാതായിരിക്കുന്നു. ആ അവസ്ഥയിലാണ് നാം എല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ അധികം നിങ്ങളോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് എല്ലാം മനുഷ്യൻ അവൻ്റെ അവസ്ഥ പറഞ്ഞു പോയതാണ്. ചാനലുണ്ട്. ചാനലിൽ കൂടി ഒരു വരുമാനം കിട്ടുമെന്ന് ഓർത്തിട്ടൊക്കെ ചെയ്തതാണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കും കിട്ടുമായിരിക്കും. എന്തായാലും കാണുന്നവരൊന്ന് സബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ അത് 1000 പേരൊക്കെ ഒന്ന് സ്ഥിരമാകണം. അതിൻ്റെ ഓരോരോ കണക്കുകളുണ്ട്. 1000 ബെൽ ബട്ടൺ അവിടെ കണ്ടാൽ നിങ്ങൾക്കറിയാം. സബ്സ്ക്രൈബ് അവിടെ കാണാൻ നോക്കിയാൽ, ചാനൽ നോക്കിയാൽ കാണാം എത്രയായിന്ന്. അത് 1000 ആകണം. 4000 മണിക്കൂർ കാണുകയും ചെയ്താലേ നമ്മൾക്ക് ഒരു മോണിറ്റേഷൻ എന്ന് പറയുന്ന പൈസ കിട്ടാനുള്ള ആ ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതിൽ കയറുന്ന പരസ്യത്തിൻ്റെ അളവനുസരിച്ചാണ് പൈസ കിട്ടുക. ആ പരസ്യത്തിന് കിട്ടുന്ന 100 രൂപ കിട്ടിയാൽ അതിൻ്റെ 45% നമുക്ക് കിട്ടുകയുള്ളൂ. 55% യൂട്യൂബ് കമ്പനി എടുക്കും. ആ 45% നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നമ്മളതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഈ 1000 ബെൽ ബട്ടൺ അമർത്തുകയും 4000 വാച്ച് അവർ തികയുകയും അതായത് 4000 മണിക്കൂർ കാഴ്ചക്കാർ ആകുകയും ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അത് ചിലർക്കൊക്കെ പെട്ടെന്നാകും, ചിലർക്കൊക്കെ കുറച്ച് താമസിക്കും. അതുകൊണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. ഈ കേൾക്കുന്ന ആർക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ ഫോണിങ്ങനെ ഇപ്പം ഞാൻ പിടിക്കുന്ന പോലെ തന്നെ ഫോൺ നേരെ പിടിച്ചിട്ട് വലതുവശത്ത് യു എന്ന് കാണും. യൂട്യൂബ് തുറന്നിട്ട് യു എന്ന് കാണുന്ന അതിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ അവിടെ കയറാൻ കഴിയും. അതിനകത്ത് ഇങ്ങനെ വീഡിയോകൾ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി. ആരെങ്കിലും ഇല്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക. നിങ്ങൾക്ക് തീരെ അറിയാൻ പാടില്ലെങ്കിൽ എനിക്ക് കാര്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ഓരോരുത്തർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വേറെ ഒരാളുടെ സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. ഞാൻ അങ്ങനെ ഒരാൾ ചെയ്തു തരുന്ന ആളുടെ അഡ്രസ്സൊക്കെ അയച്ചു തരാം. അറിയുന്നതൊക്കെ പറഞ്ഞു തരാം. എന്തായാലും ഞാൻ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അതുകൊണ്ട് പറ്റില്ലാതെ വീട്ടിലിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലത്തെ ജീവിതം കിട്ടുകയില്ലല്ലോ. അപ്പം പാവങ്ങൾ ചിലപ്പോൾ പാവങ്ങളായി തന്നെ കഴിയും. പണക്കാരായിട്ടും കഴിയും. ചില പാവങ്ങൾ പണക്കാരായി മാറുകയും ചെയ്യും. അത് അവരുടെ പ്രയത്നമാണ് അതിൻ്റെ പുറകിലുള്ളത്. ആ പ്രയത്നിക്കാൻ തയ്യാറായാൽ നമ്മൾക്ക് പലപ്പോഴും നല്ല നല്ല അവസരങ്ങൾ നമ്മുടെ കൈവശം വന്നിട്ട് നമുക്കതിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ ആയി പോയിട്ടുണ്ട്. നമുക്ക് പണം കിട്ടിയ അവസരത്തിൽ പണം വേണ്ടുവിധം വിനിയോഗിക്കാൻ കഴിയാതെ ആയിപ്പോയതിൻ്റെയൊക്കെ പല പ്രശ്നങ്ങളുമുണ്ട്. പിന്നെ ഭാഗ്യം കൊണ്ടോ അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നവരൊക്കെ ഉണ്ട്. പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് പണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ പണം പോയതിൻ്റെ വിഷമം ഓർത്തിട്ടൊന്നും കാര്യമില്ല. വീണ്ടും നമ്മൾക്ക് മുന്നേറാം. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം ദൈവം അവിടെ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ചിലപ്പം ഭാഗ്യം കിട്ടും. ചില ആൾക്കാർക്ക് ചെറുപ്പകാലത്ത് നല്ല കാലമായിരിക്കും, പ്രായമാകുമ്പോൾ കഷ്ടകാലമായിരിക്കും. ചില ആൾക്കാർക്ക് തിരിച്ചാണ്.
ചെറുപ്രായത്തിലൊക്കെ നല്ല കാലവും പ്രായമാകുമ്പോൾ കഷ്ടകാലമായിട്ട് വരും. ഇതിങ്ങനെ മാറിയും മറിഞ്ഞും ഒക്കെ വരും. സ്ഥിരമായിട്ട് ഭാഗ്യം നിൽക്കുന്ന അപൂർവം പേരേ ഉള്ളൂ. അങ്ങനെ അപൂർവം പേരിൽ അല്ല നമ്മൾ. അപ്പോൾ മനസ്സുകൊണ്ട്, നമുക്ക് ശരീരം കൊണ്ട് ഇപ്പോൾ ഒന്നും പറ്റില്ല എനിക്ക്, എന്നാൽ മനസ്സുകൊണ്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യം ചെയ്തത്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പൈസ കിട്ടാൻ, ഒരു പൈസയും മുടക്കാതെ പൈസ കിട്ടാൻ, അപ്പം വലിയ അധ്വാനവും ഇല്ലാതെയും പൈസ കിട്ടാൻ ഒരേ ഒരു മാർഗ്ഗം കാണുന്ന യൂട്യൂബിൽ ചാനൽ തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ അങ്ങനെ തുടങ്ങുക. അങ്ങനെ തുടങ്ങിയാൽ രക്ഷപ്പെടും. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇല്ലെങ്കിലും എന്തെങ്കിലും മരുന്ന് മേടിക്കാനുള്ള പൈസയെങ്കിലും കിട്ടും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കാണുക. മണി വയനാട് 98, മണി വയനാട് 66 ഇങ്ങനെയുള്ള ചാനലുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് ചാനലൊക്കെ ഒന്ന് കാണുക, ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഇത്രമാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു.